ഹലോ ഹായ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വട കൂട്ടുകറിയാണ്. സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് അത് ഫേമസ് ആണ്. തമിഴ്നാട്ടിലും ഉണ്ടാക്കും, അത് വേറെ മസാലയൊക്കെ ഇട്ടിട്ടാണ്. ഞാനതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇന്ന് കാണിക്കാം. ഉഴുന്ന് ആദ്യം കുറച്ച് ഉഴുന്നെടുത്ത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. ഇതൊന്ന് പെപ്പർ ഇട്ടിട്ട് അരച്ചെടുക്കാനുണ്ട്. പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഇത് പെപ്പറ്, ഉരുളക്കിഴങ്ങ്, ഉള്ളി, വലിയ ഉള്ളിയാണ് ചേർത്തിക്കുന്നത്. ഇത് തേങ്ങ അരച്ചിട്ട് 1-ാം പാലാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇത് 2-ാം പാല. ഇതിൽ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ഞാൻ നല്ലോണം പെരിഞ്ചീരകം ഇട്ട് അരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉഴുന്നും പെപ്പറും കൂടെ ഞാൻ അരയ്ക്കാൻ പോവാം. കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുക. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഉഴുന്നുവട ചെറുതായിട്ടുണ്ടാക്കാം. നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കും പോലെയല്ല, ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കണക്കിന് കുഞ്ഞായിട്ട് ഉണ്ടാക്കിയാൽ മതി. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഇപ്പോൾ കുറച്ച് ഞാൻ എണ്ണ ഒഴിച്ചു ആവശ്യത്തിന്. കുഞ്ഞു ബൗളായിട്ടില്ല, അപ്പോൾ ചെറിയ കുഞ്ഞു ഉരുളകളായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്. ഇതിലാദ്യം വട ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെറിയ വട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ ആരും ഗസ്റ്റ് വരികയാണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഷേപ്പിന് തന്നെ വട ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിലിടുന്നുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അടുത്ത് നമുക്ക് ഇത് കറി വയ്ക്കാം. ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഈ ഇല 2 കൂടെ ഇട്ടു. ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി ഇടാൻ പോവാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന് മതി. വടയിൽ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ടിടാം. നല്ല ഇളക്കി കൊടുക്കുക. നല്ല കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഈ ഒരു കറി വയ്ക്കാൻ കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ചേച്ചി. ആ ചേച്ചി പാലക്കാടാണ് താമസം. അതെപ്പോഴും പറയും നമ്മുടെ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ഇങ്ങനെ സദ്യക്ക് ഇങ്ങനെ ഒരു കറി കഴിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ കുക്കറിൽ ഇതൊന്ന് കാണിക്കണേ, എങ്ങനെയെങ്കിലും ഇട്ട് കാണിക്കണേ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച് ഇന്ന് ഇത് തന്നെ ഇട്ട് കാണിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി പാകത്തിന് മതി. പെപ്പർ ചേർത്തിക്കുന്നതുകൊണ്ട് പാകത്തിന് നോക്കിയിട്ട് ഇടാവൂ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ എല്ലാം. ഞാനിതിൽ എക്സ്ട്രാ മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകം മാത്രമാണ് ചേർക്കുന്നത്. ഒന്ന് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കുക. 2-ാം പാലെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ അരച്ചതാണ്. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് പിന്നെ തേങ്ങയൊക്കെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് എന്ത് കറി വെച്ചാലും അതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം നല്ലോണം ചേർത്തിട്ട് വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ഗ്യാസ് പ്രോബ്ലം, അത് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് കയറുമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ അതിൽ ഈ പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ വലിയതായിട്ട് ഗ്യാസൊന്നും കയറത്തില്ല. കഴിക്കാതിരിക്കാനും പറ്റില്ലല്ലോ നമുക്ക്. ഉരുളക്കിഴങ്ങൊന്നും കളയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഇതാ നല്ല കുറുകി ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നല്ലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആവാനുണ്ട്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് വെന്താലേ ഉരുളക്കിഴങ്ങ് നല്ല വേവുള്ളൂ. ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടെ. അത് കഴിഞ്ഞൊന്ന് കുറുകി വരുമ്പോഴേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാൻ പോവുകയാണ്. ഒന്ന് നല്ല ഇളക്കി
വടക്കറി. ഗുള്ളു സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വരുന്നത്. മുകളിൽ വീട്ടിൽ പോവില്ല, ഇങ്ങോട്ട് വന്നോളൂ. ഉണ്ടാക്കി തരാം. കേരള സ്റ്റൈല് വടക്കറി. പോയാ വടയൊന്നും കാണില്ല കേട്ടോ അവസാനം. വടയെല്ലാം പറക്കി കഴിച്ചുകൊണ്ടിരിക്കുക. ഈ കറി ഒന്ന് നല്ല ഉരുളക്കിഴങ്ങെല്ലാം നല്ല വെന്തിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വട ചേർക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വിട്ട് നിൽക്കുന്നുണ്ട് കറി നല്ലതായിട്ട്. അപ്പോൾ ഞാനിതിൽ ഈ വട ഇടാൻ പോവാം. വലിയ വടയെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കഷ്ണത്തിൻ്റെ പാകത്തിന്. ഇതിലോട്ട് ഇട്ടാലേ ഈ മസാലയുടെ കൂടെ ചേർന്ന് നല്ല മസാല പിടിക്കത്തുള്ളൂ അതിൻ്റെ അകത്തോട്ടെല്ലാം. എന്നിട്ട് ഗ്യാസ് സിമ്മിൽ വയ്ക്കണം. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാല എല്ലാം ഈ വടയുടെ ഉള്ളിലോട്ടങ്ങ് കയറണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇതിപ്പം നല്ലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, പെരിഞ്ജീരകത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. ഇതിലോട്ട് ഇനി അടുത്ത് 1-ാം പാൽ ഒഴിക്കാം. ഒന്നുകൂടെ നല്ല ഇത്രയും മതി. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇതിങ്ങനെ ഇരുന്ന് തന്നെ ഈ കുറച്ചൊന്ന് കുറുകിക്കോളും. എത്രത്തോളം സമയം വെച്ചിരിക്കുന്നോ അത്രത്തോളം കുറുകി ടൈറ്റായി വരും. കടുക് വറുത്തിട്ടാൽ മതി. കറിവേപ്പിലയെല്ലാം മുളകും എല്ലാം കൂടി ഇട്ടിട്ട് കടുക് വറുത്ത് ഇട്ടാൽ തീർന്നു ഇന്നത്തെ. ഇത്രയേ ഉള്ളൂ. ഇതിന് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ആ കറിയിലോട്ട് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള വട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും അയക്കാൻ മറക്കരുത്. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളെല്ലാം വെച്ച് നോക്കണം. ബായ്.